ഹലോ ഗൈസ്, നമുക്ക് ഉത്സവത്തിൻ്റെ ഒരു കൊടിയിറക്കം കാണാൻ വേണ്ടി പോയാലോ? എങ്ങനെയുണ്ട് എൻ്റെ ചുരിദാർ? സൂപ്പറല്ലേ? എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണെന്നൊരു മാലയാണ് ഞാൻ ഇന്ന് മാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ കാശിക്കുട്ടനോട് ഹായ് പറയാൻ വേണ്ടി പറയുമ്പോഴേക്ക് ഇപ്പോൾ വേഗം ഹായ് പറയുന്നുണ്ട്, നോക്കി ചിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ ചാലോട് അമ്പലത്തിലാണ് പോകുന്നത്. ചാലോട് ടൗൺ മൊത്തം ഫുള്ള് ലൈറ്റ് ഇട്ട് നാളെ സൂപ്പറായിട്ട് വേറെ തന്നെ ഒരു ലോകം തന്നെയാണ് ഉണ്ടായത്. ഇത് നമ്മളെ ഗോവിന്ദൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല തിരക്കുണ്ടായിന്. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരുപാട് ആൾക്കാർ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതിന് നമ്മൾ വെടിക്കെട്ടുണ്ട് പറഞ്ഞിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകുന്നതിന് ആടെ എത്തിയപ്പം വെറും പുക മാത്രം കണ്ട് വെടിക്കെട്ടൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാനും അമലേണ്ണനും കൂടിയിട്ട് മെല്ലനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് ചുറ്റി പ്രാർത്ഥിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആടുന്ന് കുറേ കുട്ടികൾ ബോളെല്ലാം കളിക്കുന്നുണ്ടായിനി. അപ്പോൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിനി. അച്ചു വരുന്നത് പറഞ്ഞല്ലാണ്ട് അവൻ്റെ ഒരു പൊടി പോലും നമ്മൾ കണ്ടില്ല. നമ്മൾ വിചാരിച്ച് ഏതായാലും ഉള്ളിലൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം, നമ്മളെ കണ്ണനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ കണ്ണനെ കാണാൻ വിചാരിച്ച് ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വരുന്ന അമലേൻ്റെ അച്ഛനാണ് തന്നെ കൂട്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ അമ്പലം പേര് പറയുമ്പോൾ തന്നെ ഞാൻ അമലാളിൻ്റെ അച്ഛനെയാണ് ഓർമ്മിക്കൽ. അച്ഛൻ നമ്മളോട് പറഞ്ഞ ഒരു വാക്കാണ്, വേഗം തന്നെ ഒരു ഉണ്ണിക്കണ്ണനെ ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ. അതേപോലെ തന്നെ നമ്മൾ കാശിക്കുട്ടൻ എനിക്കൊരു ഉണ്ണിക്കണ്ണനെ പോലെ തന്നെ ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എത്തുമ്പോഴെല്ലാം ഞാൻ അച്ഛൻ പറഞ്ഞ ആ വാക്കാണ് ഞാൻ ആലോചിച്ചത്. അവിടെ പോയി നടയെല്ലാം അടച്ചിട്ടുണ്ടായ ചുറ്റിലും നോക്കി, ചുറ്റിലും നല്ല ലൈറ്റ് ഇട്ടിട്ട് എനിക്ക് ഈ ലൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് നേരെ ചന്തയിലേക്ക് പോയി. അച്ഛനും മോനും എന്തെല്ലോ കണ്ടുപിടിക്കുന്നുണ്ടായി. ഞാൻ പറഞ്ഞു ഈ ഒരു സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് കാശിക്കുട്ടൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച്. പിന്നെ ഈ ഒരു കോഴീനെയും വാങ്ങിച്ച്. നമ്മളെ ഫാമിലി ഫോട്ടോ എൻ്റെ നിൽക്കുന്നുണ്ട. അപ്പം അന്ന് അച്ചു വന്നിട്ട് ചോദിച്ച് എന്തുണ്ട് പരിപാടി? അപ്പോൾ പറഞ്ഞ പുക മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അവനായിട്ട്. അത് കഴിഞ്ഞ് അപ്പോൾ അച്ചു തന്നെ നമുക്കൊന്ന് ഐസ്ക്രീം മേടിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച്, പിസ്ത ആട്ടോ വാങ്ങിച്ച്, പിസ്ത ഫ്ലേവർ വാങ്ങിച്ച്. കാശിക്കുട്ടൻ കുടിക്കില്ല ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ 3 മാത്രം വാങ്ങിച്ച് അവന് കൊടുത്തു പോകുമ്പോഴത്തേക്ക് വാങ്ങിട്ട് ഒന്ന് 2-3 പ്രാവശ്യം വായിൽ വെച്ച് നോക്കി. അപ്പോൾ ഒന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞു. എൻ്റെ നേരെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ കൊമ്പ് വാങ്ങിക്കുന്ന സമയം പെട്ടെന്ന് നല്ല ചെലങ്കേൻ്റെ സൗണ്ട് ഇട്ട്, ചങ്ങലേൻ്റെ സൗണ്ട്, ചങ്ങലേൻ്റെ സൗണ്ട് ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നല്ലൊരു ആന, നല്ല കൊമ്പനാണ്. എനിക്ക് കുമ്മാനം തട്ടുകടയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് ആടെ ഒടുക്കാത്ത തിരക്ക്, കയറാനിരിക്കാനൊന്നുമില്ല. നമ്മൾ നേരെ ടേസ്റ്റി ഹോട്ടലിലേക്ക് വന്ന് അവിടെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് വേണമെന്ന് അച്ചു പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമുക്ക് ലൈറ്റായിട്ട് മതി പറഞ്ഞു. നമ്മൾ ഓർഡർ ചെയ്ത് ഒരു ബോണ്ട വാങ്ങിച്ചു, ഒരു കാട വാങ്ങിച്ചു, അച്ചു ബീഫും പത്തലും വാങ്ങിച്ച് ചായയും കുടിച്ചപ്പം നല്ല സ്വർഗം പോലെയായി. കാശിക്കുട്ടൻ കൊമ്പെല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് ബൈക്കൊക്കെ ഇരിക്കുന്നത്. അപ്പം 2 കുറുക്കന്മാരെ കണ്ട് കൊമ്പ ഫോട്ടോസ് എടുത്ത് കാശീൻ്റെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.